ഇവിടെ നോക്കൂ, ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമേറ്റത് എന്ന് നമുക്കറിയാം. ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ മറ്റ് അറസ്റ്റ് നടപടികളിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നത്? ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ്. അതിന് മറയിടാൻ വേണ്ടി മറ്റു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന അവസ്ഥയിലേക്ക് വരെ നിങ്ങൾ എത്തിപ്പെട്ടു. അപ്പോൾ കോടതി ഇടപെടുന്ന വിഷയങ്ങളിൽ അവിടെ നിങ്ങൾക്ക് തിരിച്ചടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഹർജിയിലും രാഷ്ട്രപതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഉപദേശം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികൾ എന്നതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹർജിയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ എന്താണ് എന്നതുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. കാര്യം ഈ ആങ്കർ എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് ഈ ഇന്ത്യ സഖ്യത്തിന്റെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് അങ്ങനെ താങ്കൾ ഉദ്ദേശിച്ചതുപോലെയാണോ? അല്ല, നിയമവിരുദ്ധമായിട്ട് അല്ല നിങ്ങൾ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്തത് അഴിമതി കേസിൽ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കാനാണെന്നുള്ളത് താങ്കളുടെ വ്യൂ. അതിനോട് എനിക്ക് യോജിപ്പില്ല. അത് തെറ്റാണ്. നിങ്ങൾ അങ്ങനെ ഒരു സുപ്രീം അതൊക്കെ എനിക്ക് അതിപ്പോൾ അക്കാര്യത്തിൽ പറയാൻ ഇന്ത്യ മുന്നണിയുടെ വക്താവൊന്നും ആവണ്ടല്ലോ. ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ വേഷം മാറിയിട്ട് അല്ല വേഷം മാറിയിട്ട് ഈ ഇപ്പൊ അല്ല ഈ രേണുക ഈ 4 പേരിരിക്കുന്നത് പോലെ അങ്ങോട്ട് മാറിയിരുന്നാ മതി. നമ്മൾ വക്താവെന്നുള്ള ഈ ആങ്കർ എന്നുള്ള പദവി ഞാൻ ഏത് വേഷം ഇടണം, എങ്ങനെ ഇരിക്കണം? ഞങ്ങൾക്ക് ജനാധിപത്യ രാഷ്ട്രമല്ലേ ശ്രീ ജെ ആർ പത്മകുമാർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങളില്ലേ? എനിക്ക് ഏത് വേഷം ഇടണം, ഏത് പേരിൽ അറിയപ്പെടണമെന്നൊക്കെ എന്റെ ആഗ്രഹമില്ലേ? ഞാനും ഒരു പൗരയല്ലേ? നിങ്ങളതൊക്കെ നിശ്ചയിക്കാതെ ഞങ്ങൾക്ക് കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട്. അല്ല പൗരയ എന്നുള്ള അല്ലല്ലോ പ്രശ്നം. അല്ലല്ല, നിങ്ങൾ പറയുമ്പോ ഞങ്ങളുടെ ചർച്ചയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മാത്രം കേൾക്കണമെങ്കിൽ അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഞാൻ പ്രസിഡന്റ് അല്ല പറഞ്ഞത്. ഞങ്ങളുടെ അഭിപ്രായം താങ്കളോട് ഞാൻ ചോദിച്ച ചോദ്യം അതിന് താങ്കൾക്ക് മറുപടി പറയാലോ. ചോദ്യം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ മൂഡ് പടം അടഞ്ഞോട് ചോദിച്ചോണ്ടാ പറഞ്ഞത്. നിങ്ങൾ ആങ്കർ എന്നുള്ള നിഷ്പക്ഷമായി ഈ വിഷയം കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാ പറഞ്ഞത്. മാധ്യമ പ്രവർത്തകയാണ്, എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിക്കൂടാ എന്നില്ലല്ലോ. എനിക്ക് അങ്ങനെ തോന്നി. അഭിപ്രായം പറഞ്ഞൂടെ? അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ അവകാശമില്ലാത്ത നാടല്ലല്ലോ നമ്മുടേത്. അങ്ങനെയാണ് നിങ്ങൾ. ശരി. അല്ല, നിങ്ങളുടെ അഭിപ്രായം ഇപ്പോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇലക്ട്രൽ ബോർഡിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്നുള്ളതാണ്. ആണല്ലോ? അങ്ങനെ ഞാൻ സംശയിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ ചാനലിന്റെ അഭിപ്രായം? നിങ്ങൾ സംശയിക്കണം. നിങ്ങളുടെ ചാനലിന്റെ വ്യക്തമായിട്ടല്ലോ അവിടെ ഇരിക്കുന്നത്, വ്യക്തിപരമായിട്ടല്ലോ. ഇലക്ട്രൽ ബോണ്ട് കേസിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടി അത് തെറ്റാണ്. ആ വ്യൂവിനോട് അല്ല ആ വ്യൂ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലും വലിയ വസ്തുതയാണല്ലോ. കോടതി ഇടപെടലുകളിൽ ചിലത് വായിക്കേണ്ടതുണ്ട് എന്നത് വസ്തുതയാണ്. അക്കാര്യം ഞാൻ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് കഴിഞ്ഞ 6 മാസത്തിനകത്ത് എത്ര വർഷം സുപ്രീം കോടതിയിൽ വിധി വന്നിട്ടുണ്ട്? അത് മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് താങ്കൾ പറയാത്തതെന്താ? ഞാൻ പറഞ്ഞുതരാം എത്ര കേസിൽ സുപ്രീം കോടതി കേരള ഗവൺമെന്റിന്റെ നിലപാടുകളെ വിരുദ്ധമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അവിടെ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്ര എണ്ണത്തിലുണ്ട്? പറയാല്ല. അപ്പൊ നിങ്ങൾ പക്ഷപാതം ചേരരുത്. നിങ്ങൾ പക്ഷപാതം ചേരരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായമല്ല, നിങ്ങൾ പക്ഷപാതം ചേരരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് പക്ഷപാതം ചേർന്നുകൊണ്ട് ഇങ്ങനെ മറച്ചു വയ്ക്കാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ? നിങ്ങളുടെ നിലപാട് തെറ്റാണ്. ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. അത് എനിക്ക് പറയാനുള്ള പറയുന്നത് പോലെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഞാൻ ഡ്രസ്സിന്റെ കാര്യം ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ ആങ്കറിൽ നിന്ന് മാറിയിരിക്കണമെന്ന്, അല്ല നിങ്ങൾ പാൻസ് ധരിക്കണോ സാരി ഉടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ആങ്കറിന്റെ അവിടുന്ന് മാറി ഈ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കണമെന്നാണ് പറഞ്ഞത്. അല്ല നിങ്ങൾ വാക്കിൽ പറഞ്ഞത്. അതാണ് സമയം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തിലാണ്. നിങ്ങളുടെ നിലപാട് തെറ്റാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത്, അതിനു മുമ്പേ മറ്റു മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. സുപ്രീം കോടതി
വരെ അത് പോയിട്ട് ജാമ്യം കിട്ടിയിട്ടില്ല. അതിനെ മറച്ചു വയ്ക്കാനുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നം വന്നതുകൊണ്ടല്ല. 2, ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നത് നിയമപരമായിട്ട് നിലവിൽ പാർലമെന്റ് പാസ്സാക്കിയ ജനങ്ങൾക്ക് കൊടുത്ത നിയമമാണ്. ഈ പറഞ്ഞ നിങ്ങൾ പാസ്സാക്കിയ നിയമസഭകൾ പാസ്സാക്കുന്ന നിയമം പോലെ ഇലക്ട്രൽ ബോണ്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. അതിനും അതിന്റേതായ സാങ്ക്ടിറ്റി ഉണ്ട്. പിൽക്കാലത്ത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. എത്രയോ നിയമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പാസ്സാക്കിയ നിയമം അനുസരിച്ച് പ്രവർത്തിച്ച ആളുകളെല്ലാം മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് നിയമപരമായി നിലനിൽക്കില്ല. പിന്നെ ഈ പ്രശ്നത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ചില ആളുകളുടെ ഗവർണർമാരുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് അപമാനമാണെന്ന് തോന്നുന്നു. സഭാഷൻ പോളിനോട് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, എത്ര തവണ നമ്മുടെ ഭരണഘടന അമെന്റ് ചെയ്തിട്ടുണ്ട്? എത്ര തവണ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്? ഇവിടെ നിങ്ങൾക്ക് കണക്കറിയാലോ. BJP വന്നതിന് ശേഷം ഈ 2014 ശേഷം എന്താണ് ചെയ്തിട്ടുള്ളത് ഈ കാര്യത്തിൽ? അപ്പൊ അതൊക്കെ നമുക്കറിയാം. എല്ലാ കാലഘട്ടത്തിലും നിലവിലുള്ള ഭരണഘടനയുടെ അനുസൃതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. നമുക്ക് കോടതിക്ക് റിവ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. തെറ്റാണെന്ന് പറയും. അതുകൊണ്ട് ഇതെല്ലാം ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് തന്നെ മോശമാണ് എന്നുള്ള രീതിയിൽ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇന്ത്യൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ബില്ല് വന്നാൽ അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അസറ്റ് കൊടുക്കാൻ, വീണ്ടും തിരിച്ചയക്കാൻ, പിടിച്ചു വയ്ക്കാനുള്ളത് നിയമപരമായിട്ടുള്ള അവകാശമാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദി പ്രസിഡന്റ് ഷാൾ നോട്ട് ആൻസറബിൾ ടു എനി കോർട്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫോർ ദി എക്സർസൈസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദി പവർ ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് കണക്റ്റഡ് ആക്ഷൻസ്. ഇതിന്റെ കാര്യത്തിൽ ഒരു കോടതിയോടും പ്രസിഡന്റ് ആൻസറബിൾ അല്ല. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പവർ പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിവ്യൂ ചെയ്യുകയോ അതൊക്കെ സുപ്രീം കോടതിയുടെ കാര്യം. ഇന്ത്യൻ പ്രസിഡന്റ് ആൻസറബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഇതൊക്കെ ഒപ്പിട്ടാണ്, എന്തുകൊണ്ട് ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റീഷനായിട്ട് പോയാൽ ഒരു റെമഡിയും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ